ഇത് ഇത്രയും പദ്ധതികൾ തന്നെയാണ് കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. പിന്നെ പോലീസിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 10% അതൊരു വലിയ ഇടപെടലാണ് ഗവൺമെന്റ് നടത്തിയത്. വനിതാ കമാൻഡോകളെ കൊണ്ടുവന്നു, വനിതാ ബറ്റാലിയൻ ആരംഭിച്ചു. എക്സൈസ്, ഫയർഫോഴ്സ്, വനസംരക്ഷണം തുടങ്ങിയ യൂണിഫോം സർവീസുകളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തി. ജെൻഡർ പാർക്ക്, നിർഭയ പദ്ധതികളും കാര്യക്ഷമമായി. ഇപ്പോൾ വനിതാ പോലീസ് സ്റ്റേഷൻ, വനിതാ സെല്ല്, വനിതാ ബറ്റാലിയൻ, അപരാജിത, പിങ്ക് പോലീസ്, നിഴൽ, വനിതാ സ്വയം പ്രതിരോധ സംഘം, വനിതാ ബീറ്റ് എന്നിവയെല്ലാം സ്ത്രീ സുരക്ഷ മുൻനിർത്തി നടപ്പാക്കുന്ന പദ്ധതികളാണ്. അപ്പോൾ ഇത്തരം നിരവധി പദ്ധതികളിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നല്ല ഇടപെടൽ നടത്തുന്നതിനോടൊപ്പം തന്നെയാണ് ഇന്ത്യയിലും ലോകത്തിന്റെയും മുമ്പിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വളരെ ഫലപ്രദമായി ഇടപെട്ട കുടുംബശ്രീകളുടെ ഇടപെടൽ. കേരളത്തിലെ ജനസംഖ്യയിൽ, സ്ത്രീ ജനസംഖ്യയിൽ ഭൂരിപക്ഷത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് കുടുംബശ്രീ സംവിധാനം. അത് നല്ല നിലയിൽ മുന്നേറ്റം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം സ്ത്രീ മുന്നേറ്റത്തിനുള്ള നിയമവും അതിന്റെ ഭാഗമായിട്ടുള്ള അവലോകനവും പ്രവർത്തനത്തിനുള്ള പ്രത്യേക തുക ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുരക്ഷാ പര്യാപ്തതയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് ഫലപ്രദമായി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേക തുക വകയിരുത്തി ഈ വർഷം 260 കോടി അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്.